ഇപ്പോൾ സമയം രാവിലെ 5:30 മണിയായിട്ടുണ്ട്. നേരം പരപരാ വെളുത്തു. ഞങ്ങൾ സ്കോട്ട്ലൻഡിലേക്ക് പോവുകയാണ്. ഒരു 5 days അടങ്ങുന്ന ഒരു ട്രിപ്പാണ്. സ്നോഡിയ ത്രൂ സ്കോട്ട്ലൻഡാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ബാലുവിനെ കാത്തിരിക്കുകയാണ്. ബാലുവിൻ്റെ വണ്ടിയിലാണ് സ്കോട്ട്ലൻഡിലേക്ക് ഞങ്ങൾ പോകുന്നത്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു, ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു, എല്ലാം സെറ്റാണ്. അപ്പം ബാലുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്നോഡിയയുടെ വിശേഷങ്ങളും സ്കോട്ട്ലൻഡിലെ വിശേഷങ്ങളുമായി 2-3 എപ്പിസോഡായിട്ട് നമുക്ക് ഈ വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങളുടെ എല്ലാം പാക്ക് ചെയ്ത് എൻ്റെ ബാലു വന്നു. ബാലുവിൻ്റെ വണ്ടിയിൽ എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ യാത്ര തിരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? നിച്ചു ഓക്കെ അല്ലേ? നിച്ചു രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡിൽ വണ്ടികളുടെ തിരക്ക് അത്യാവശ്യം കുറവായിരുന്നു. യാത്രയുടെ ഇടയിൽ ഏതാണ്ട് നമ്മളിവിടെ വണ്ടി ഒതുക്കിയിട്ടുണ്ട്. മറ്റൊന്നിൻ്റെ വല്ല സിജിയുടെ വാൾ വെപ്പ് തുടങ്ങിയതാണെന്ന് സംശയം. നമുക്ക് നോക്കാം. ജസ്റ്റ് എന്തായി അതാണ് അവിടെ വാൾ വെപ്പ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയ വഴിക്ക് ഇതാണ് നമ്മുടെ പോകുന്ന വഴി. അതിമനോഹരമായ സുന്ദരം സുശീലമായിട്ടുള്ള വഴികളാണിത്. ഇതുണ്ടോ, അഞ്ചീത ഉണ്ടാക്കിക്കൊണ്ട് വന്ന അടയാണ് അട. ഞങ്ങളുടെ അവിടെ ഇലയപ്പം എന്ന് പറയും. അഞ്ചീത നിങ്ങളുടെ അതെ, ഇല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് സെറ്റാക്കി. പക്ഷെ അടിപൊളി ടേസ്റ്റ്. എന്നാ പറയുന്നത്? പോയിലപ്പം. ഇലയപ്പം മാറി പോയിലപ്പം. ആ ഇല ഇല്ലാത്തതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്, മനോഹരമാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഒരെണ്ണം കഴിക്കാൻ കിട്ടി തന്നെ വലിയ. ഷട്ടിലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ വീണ്ടും സ്നോഡിയയിലേക്ക് പോവാണ്. ഉറങ്ങിക്കോ. ഇനിയും നിങ്ങൾക്കെല്ലാം ഉറങ്ങാൻ പറ്റുന്ന സമയമാണ്. ഇവിടുന്ന് ഇനിയും 2, 3, 4 മണിക്കൂർ യാത്രയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും വെയിൽസിൻ്റെ മനോഹാരിത അതൊരു അടിപൊളിയാണ്. നമ്മൾ എത്ര യാത്ര ചെയ്താലും മടുക്കാത്തൊരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ അതാ വണ്ടി ഒരു പാർക്കിങ്ങിൽ നിർത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പം അഞ്ചിത അടിപൊളി പൂരിയും എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? പൂരിയും കിഴങ്ങ് കറി എടുത്തിട്ടുണ്ട്. അത് കഴിക്കാനായിട്ട് നിർത്തിയാണ്. പോകുന്ന വഴിയിലൊന്നും നമ്മുടെ നല്ല ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. പ്രത്യേകിച്ച് ഈ ഒരു നാട്ടിൽ ഉണ്ട്. ഈ മക്ഡൊണാൾഡ്സ്, ഡൊമിനോസ് അങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് രാവിലെ പൂരി മസാല അങ്ങനെയൊക്കെയുള്ള കഴിച്ചിട്ട് പോയച്ചൂടെ നല്ലൊരു എനർജി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൂരി മസാലയിലേക്ക് തിരികെയാണ്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ സ്നോഡിയ നാഷണൽ പാർക്കിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതാണ് മെയിൻ റോഡാണ്. ഈ പോകുന്നത് മെയിൻ റോഡാണ്. രാവിലെ ആയതുകൊണ്ട് വലിയ വണ്ടികളൊന്നും ഇല്ല, വലിയ തിരക്ക് കുറവാണ്. അതെ, ഇപ്പോൾ ഒരു വണ്ടി പറന്നു വരുന്നതാണോ കേട്ടോ. കുറേ വണ്ടികൾ പോകുന്നുണ്ട്. മെയിൻ റോഡാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് ഒതുങ്ങിയ സ്ഥലത്തോട്ട് വണ്ടി പാർക്ക് ചെയ്തതാണ്. കാരണം നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഇച്ചിരി നല്ലൊരു സൗകര്യമായിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് ഇച്ചിരി മാറി ഇരുന്ന് കഴിക്കുമ്പോൾ നല്ലൊരു അന്തരീക്ഷമായിരിക്കും. അവിടെ ഫുഡൊക്കെ എടുക്കുന്നുണ്ട്, എല്ലാം സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ നമ്മുടെ പൂരി സെറ്റായിട്ടുണ്ട്. നമ്മൾ കഴിക്കാനുള്ള പരിപാടിയാണ്. വാലു ഐശ്വര്യമായിട്ട് കഴിച്ചേ കണ്ട, അടിപൊളി. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടിപൊളിയല്ലേ, ഒരു ഫ്രഷ് മൈൻഡിൽ നല്ല എയർ അല്ലേ, നല്ലൊരു ഇതിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കഴിക്കാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രസകരം തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് സംസാരിക്കാം. ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 40 മിനിറ്റ് അല്ലേ? 49 മിനിറ്റ് ഇനി ട്രാവൽ ടൈം ഉണ്ട്. 49 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. പോകുന്ന വഴിക്ക് കണ്ട ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. നോക്കി, ആ മലമുകളിൽ മൊത്തം നല്ല പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. നല്ല ഭംഗിയില്ല കാണാൻ. ലെഫ്റ്റും റൈറ്റും മൊത്തത്തിൽ മനോഹരമായ ഒരു സ്ഥലം. ചെറിയൊരു ഗ്രാമപ്രദേശം. നമ്മൾ ഈ
ഇവിടുത്തെ ലോക്കൽ ബസ്സാണ്. ഈ ഇതിലെ സിറ്റിയിലേക്ക് പോകുന്ന 37 നമ്പർ വാഹനത്തിലാണ് കേട്ടോ. ഇതുകൊണ്ടാണ് 37. ഇവിടെ എല്ലാം നമ്പർ അനുസരിച്ചിട്ടാണ് പോകണം. അതെല്ലാം മിക്കതും എനിക്ക് തോന്നുന്നു മിക്ക സ്ഥലങ്ങളിലും ഇന്ത്യ വിട്ട് കഴിഞ്ഞിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും എനിക്ക് കൂടുതൽ നമ്പറുകൾ അനുസരിച്ചിട്ടാണ് ബസ്സുകൾ പോകുന്നത്. കേട്ടോ നമ്മൾ ചുറ്റും കേട്ടോ എന്താ രസമുണ്ടേ നോക്കി, അതിമനോഹരം. സൂപ്പർ. അതിന് കല്ല് കണ്ടോ, ഇതെന്ത് സംഭവം ഇത്? ഒന്ന് നിർത്തണോ? ഇവിടെ നിർത്താം, ഒന്ന് നിർത്തണോ എവിടെയെങ്കിലും ഒന്ന്. നല്ല സൂപ്പർ സ്ഥലം, അടിപൊളി സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ മലയല്ല, എന്തോ സംഭവം കൊണ്ട് ഇവിടെ തട്ടിയേക്കൊന്നു. പോകുന്ന വഴിയിൽ ഒരു നല്ല മനോഹരമായ ഒരു സ്ഥലം കാണാൻ പറ്റി. അടിപൊളി ഒരു ലേക്ക്. ആ ലേക്ക് നോക്കി, എന്ത് മനോഹരം ആ സ്ഥലം നോക്കി. അടിപൊളിയല്ലേ കാണാൻ. ആ ലേക്കിൻ്റെ തൊട്ട് മേളിൽ നോക്കി, മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോടയും നല്ല കല്ല് വെട്ടി വെച്ചേക്കുന്ന മല കണ്ട. നല്ല ഹൈറ്റ് ഉണ്ട് ഇതിന്, നല്ല കോടയുണ്ട്. എന്താ മനോഹരം അല്ലേ. എടുത്തോണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ക്യാമറയിൽ പെട്ടത് 2-3 പേര് ഇത്രയും വലിയൊരു മലയിൽ വലിഞ്ഞു കയറുന്നത്. എന്താ അല്ലേ, നോക്കാം. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കണ്ടാ എന്താ അല്ലേ. അപ്പോൾ എത്രയും ഉണ്ട് ആ മലയെന്നുള്ളത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി അല്ലേ. 3 പേര് ആ മലയുടെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറുകയാണ്. എവിടെയാണ് നോക്കിയാൽ ഞങ്ങൾ നിൽക്കുന്നത്, എന്താ ദൂരം അല്ലേ. അടിപൊളി. ഇതാണ് നമ്മുടെ ആ ലൊക്കേഷൻ. അങ്ങനെ ഞങ്ങൾ സ്നോനോഡിയയിൽ ഒരു മനോഹരമായ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. സിപ്പ് വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം. ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ് കാണിക്കാം നിങ്ങളെ കേട്ടോ. അതിമനോഹരമായിട്ടുള്ള കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ളൊരു കുറച്ച് പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. നല്ല രസമാണ്, പക്ഷേ നല്ല എമൗണ്ട് പേയ്മെൻറ്റും ഉണ്ട്. എനിക്ക് തോന്നുന്നു പെർ ഹെഡ് 22 പൗണ്ട്, എങ്ങനെ 2200 ആണെന്ന് തോന്നുന്നു. ഒന്ന് ചെക്ക് ചെയ്യണം അവിടെ. എന്നാലും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ കാണിക്കാം. ആൾക്കാർ എനിക്ക് തോന്നുന്നു പോവുകയാണ് അതിൻ്റെ ഒരു അഡ്വഞ്ചറായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിക്ക് വേണ്ടി പോകാൻ തോന്നുന്നു. അതായത് മേളിൽ നമ്മൾ ചെന്നിട്ട് ഇതിൻ്റെ ആ സിപ്പ് ലൈനില്ലേ, ആ ലൈൻ കാണുന്നുണ്ടോ, നമ്മുടെ മേളിൽ കാണുന്ന ലൈൻ, ആ ലൈനിൻ്റെ കൂടെ ഇവർ യാത്ര ചെയ്യും. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഗ്രൂപ്പായിട്ടാണ് തോന്നുന്നു, എനിക്ക് തോന്നുന്നു മേളിൽ പോയിട്ട് ചെയ്യുന്നത്. ഇനി എന്തായാലും നമുക്കൊന്ന് കാണാം. ഓക്കെ, നമ്മൾ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഒക്കെ പക്കോ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിടും. ആൾക്കാർ പോകുന്നുണ്ടോ, ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ഇത് എങ്ങോട്ടാണോ പോകുന്നതെന്ന് കിട്ടില്ല. ഈ ഫ്ലൈറ്റ് പോകുന്ന പോലെ പോകുന്നത്. അത് മേളിലാണ്. സൂം ചെയ്ത് കാണിക്കാവേ. ഇത് കണ്ടോ, അവിടെ സെറ്റ് ചെയ്ത് ഹെൽമെറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഇവരൊറ്റ പോക്ക് പോകും. ആ പോക്കാണ് നമുക്ക് കാണേണ്ടത്. അതിലൊക്കെ പോകണമെങ്കിൽ ഭയങ്കര നമ്മൾ അത്രയും മനക്കട്ടി ധൈര്യമൊക്കെ വേണം കേട്ടോ. സേഫാണ്, പക്ഷേ എന്നാലും ഒരു ധൈര്യമൊക്കെ വേണം. ഇച്ചിരി റിസ്ക് ഒന്നുമില്ല ഇവിടെ. സേഫ്റ്റി ബേസ് ചെയ്തിട്ടേ അവർ ചെയ്യത്തുള്ളൂ എല്ലാ കാര്യങ്ങളും. സ്റ്റാർട്ട് ചെയ്തോണ്ടാണ് കേട്ടോ. അവരിങ്ങനെ ഇരുന്നിട്ട് പോകുന്നുണ്ടല്ലേ. പോകുമ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ ഭയങ്കര സ്പീഡാവും. നല്ല പറന്ന് പോകുന്നതിൻ്റെ വേൾഡ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഏതിലാണ് നമ്മൾ റൈഡ് ചെയ്യേണ്ടത് അതിൽ കയറിയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. കണ്ടോ, ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. എന്ത് രസമാണെന്ന് നോക്കി. ഞാനിങ്ങനെ ഒരു എന്താ പറയുന്ന വെള്ളം ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണാം. ഇത്രയും ബ്ലൂയിഷ് ആയിട്ടല്ലേ, നല്ല നീല കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വീഡിയോയിൽ എത്രമാത്രം അത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം. നമ്മുടെ നാട്ടിലെ കോറിയില്ലേ, നമ്മുടെ പാറമട, അപ്പോൾ അതിനകത്ത് ഈ പാറ പൊട്ടിച്ചിട്ട് അവസാനം വെള്ളം, നമ്മുടെ നാട്ടിലേക്ക് എനിക്ക് പച്ച കളറാണെന്ന് തോന്നുന്നു, പായലൊക്കെ ആയിട്ട്. ഇവിടെ എന്താണോ നീല എനിക്ക് പിടി കിട്ടുന്നില്ല. അപ്പോൾ ഇതൊരു കോറി സ്ഥലമാണെന്നാണ് എൻ്റെ തോന്നൽ. കാരണം ചുറ്റും പാറയുണ്ട്. കൊറിയനാണ്. വേണ്ട മേളിൽ കണ്ണൊക്കെ നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ വണ്ടികളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതിന് കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അവർ സെറ്റാക്കി എടുത്തതാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ നാട്ടിലും ഇതൊരു ആശയമാക്കി മാറ്റാം അല്ലേ. ഒരു സേഫായിട്ട് ഇതിൻ്റെ കോറിയുടെ ചുറ്റിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസ് പോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സേഫ്റ്റി ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇതായിരിക്കും. ഇതെന്താ അല്ലേ, വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ പോകണ്ട തൂങ്ങി. എന്നാൽ ശരി, എങ്കിൽ ഇറക്കട്ടെ.
കണ്ടോ ഇവിടെ സൈഡിൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഇവിടെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് ഇത്രയും പേരാണ് ഇവിടുന്ന് പോകുന്നത്. കണ്ടോ എന്താ അല്ലേ, ഇവർ സേഫ്റ്റി ഹെൽമെറ്റും കാര്യങ്ങളും അതിനുള്ള ജാക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം കണ്ടോ, എന്നിട്ടാണ് അവിടെ ചെന്നിട്ട് ഈ പരിപാടിക്ക് വന്നത്. എന്തോരാണോന്നറിയോ, നല്ല നല്ല ആൾക്കാരുണ്ട് ഇവിടെ. സിബ് വേൾഡിൽ കയറിയിട്ട് നമ്മൾ തിരിച്ച് അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ഇച്ചിരി അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഏറ്റവും കൂടുതൽ അങ്ങനത്തെ പരിപാടികളാണ് കൂടുതൽ. 120 കിലോമീറ്റർ സ്പീഡിലാണ് വരുന്നത്. നല്ല സ്പീഡാണ് ഉള്ളതാണ്. 120 മൈൽ സ്പീഡ്. അപ്പോൾ നീ അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ പോവാണ്. ഗൂഗിൾ മാപ്പ് കേട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വന്ന വഴിയിലൊരു പാലം കണ്ടയാണേ, ബ്രിട്ടാനിയ ബ്രിഡ്ജോ. ആ ബാലു ഗൂഗിളിൽ നോക്കിയിട്ട് ബ്രിട്ടാനിയ ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിട്ടാനിയ ബ്രിഡ്ജ്. ബ്രിട്ടാനിയ അല്ലേ, തൊട്ടപ്പുറത്ത്. സോറി, ഞാൻ എടുത്തത് ക്ലിയർ അല്ലേ. തൊട്ടപ്പുറത്ത് മനോഹരമായിട്ടുള്ളൊരു നദി, നല്ല രസമല്ലേ. ബ്രിട്ടാനിയ പാലം അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ട്രാമിൽ പോകാൻ വേണ്ടിയുള്ള സെറ്റപ്പിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് ഇപ്പോൾ ഏകദേശം സമയം 1:30-1:45 ആയി ടൈം. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡൊക്കെ ഞങ്ങൾ സെറ്റാക്കി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയത് എന്താണ്, ടൊമാറ്റോ റൈസ്, തക്കാളി റൈസ്. തക്കാളി റൈസ് നമുക്ക് കാണാം. വണ്ടിക്കകത്തിരുന്ന് നമ്മൾ തക്കാളി റൈസ്, അടിപൊളി സാലഡ്, ബാലുവിൻ്റെ എല്ലാവരും നോക്കൂ, എല്ലാവരും നോക്കൂ, എല്ലാവരും കഴിക്കൂ. ആണോ, ഞങ്ങൾ നേരത്തെ കഴിച്ചു തുടങ്ങി അല്ലേ, വീഡിയോ എടുക്കാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നുകൂടെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വീണ്ടും കഴിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന നല്ല തക്കാളി റൈസ് കഴിച്ചു കഴിഞ്ഞു. ബാക്കി കുറച്ചും കൂടി അധികം ഉണ്ട്, പറ്റുവാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാം എന്ന് വിചാരിക്കുകയാണ്. കാരണം ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്യാനുള്ള വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് സ്പേസ് ഇവിടെ ഉണ്ട്. നിലവിൽ ഇവിടെ പേയ്മെൻറ്റ് അടയ്ക്കണം. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഡിസ്പ്ലേയിൽ നമ്മൾ റിസിപ്റ്റ് വെക്കണം. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിരുന്നു, അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ സംസാരിച്ചു അവരോടെ, ഇതുപോലെ വർക്ക് ചെയ്യുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഞങ്ങളൊന്ന് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്തോളാനെന്ന് പറഞ്ഞു. ഇവിടെ നല്ല കാറ്റുണ്ട്, ഇവിടെ അസാധ്യമായിട്ടുള്ള കാറ്റുണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ജാക്കറ്റ് എടുത്തിട്ടിട്ടുണ്ട്. ജാക്കറ്റ് വേണ്ടാന്ന് വിചാരിച്ചാണ് ഈ സമ്മറിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഞങ്ങൾ ട്രാമിൽ യാത്ര പോവാണ്. ട്രാം എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സിംഗിൾ, അതായത് 1 സൈഡ് പോകാം, നമുക്ക് 2 സൈഡ് തിരിച്ച് വരാം. 1 സൈഡിന് എത്ര പൗണ്ടാണ് വരും? 7 സംതിങ് പൗണ്ടും. 2 സൈഡ് ആണെങ്കിൽ 10.50 പൗണ്ടുമാണ്. ഏകദേശം 1500 ഇന്ത്യൻ റുപ്പിയോളം റേറ്റ് വരും. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അപ്പോൾ 5 മണി വരെ നമുക്ക് അവൈലബിൾ ആണ്. ഞങ്ങളിപ്പോൾ എടുക്കാനായിട്ട് പോവാണ്, കയറാനായിട്ട് പോവാണ്. ഇതാണ് നമ്മുടെ ട്രാം. ഇതാണ് നമ്മുടെ ട്രാം. ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിക്കണം. അല്ല, പഞ്ച് ചെയ്യണം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തത്. ഇവിടെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് കണ്ടോ, 10.5 പൗണ്ട്, 7 പൗണ്ട് സംതിങ്. നമ്മളിവിടെ ട്രാമിൽ കയറുകയാണ്. നമുക്കൊരു അറ്റൻ സീറ്റ് കിട്ടിയ വളർന്നുണ്ട്. 10.5 പൗണ്ടാണ് ഇതിനകത്ത് കയറുന്നതിന്. കണ്ടോ, ഞങ്ങളെല്ലാം സൈഡ് സീറ്റ് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രാം എടുക്കുകയാണ്. നമ്മുടെ ട്രാം ഇപ്പോൾ മൂവ് ചെയ്ത് നമ്മുടെ പൈലറ്റ് കയറിയിട്ടുണ്ട്. വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള വ്യൂസ് നമുക്ക് കാണാം. നല്ല രസമാണ്. റോഡ് സൈഡിലൂടെ ഉള്ള വ്യൂസ് എന്ന് പറഞ്ഞാൽ അസാധ്യ ഒരു വ്യൂ ആണ്. കണ്ട, ആഹാ, എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ച ആണ് നമ്മുടെ ട്രാമിലിരുന്നുള്ള കാഴ്ച. അതൊരു ബീച്ചാണ്, അതിമനോഹരമായിട്ടുള്ളൊരു ബീച്ച് സൈഡാണ് ആ കാണുന്നത്. കണ്ടോ, ഇനിയാണ് ഇതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മൾ കാണുന്നത്. ട്രാമിലൊരു യാത്ര അല്ലേ. എന്ത് രസകരമാണല്ലേ യാത്ര, അടിപൊളി. അടുത്തൊരു സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഈ സ്റ്റേഷനിൽ കയറി ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ആൾക്കാരെ എടുത്തിട്ടായിരിക്കും അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്.
അപ്പോൾ നിലവിൽ നമ്മൾ ട്രാം ആ ഒരു സ്റ്റേഷനിൽ ചെന്നപ്പോൾ നമ്മളെ ഇറക്കി ഇരിക്കുന്നതും അടുത്ത ട്രാമിൽ കയറിയിട്ടാണ് നമ്മൾ താഴോട്ട് പോകുന്നത്. അപ്പോൾ അടുത്തൊരു ട്രാമിലേക്ക് കയറാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ഇതിനകത്തോടെ ഞാൻ കാണിക്കാം നിങ്ങളെ. ഇതിനകത്തോടെ പോവാണ്. അതായത് ട്രാം സ്റ്റേഷനാണിത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഇതിലാണ് നമ്മുടെ ട്രാമിൻ്റെ പരിപാടീസ് നടക്കുന്നത്. കണ്ടാ എന്തൊരു പഴയ ട്രാമിൻ്റെ ഒരു സംഭവങ്ങളും കണ്ടാ ഫോട്ടോസ്. അടുത്ത ട്രാമിൽ കയറാനായിട്ട് പോവാണ്. ഇതാണ് അടുത്ത ട്രാം, നമ്പർ 4 ട്രാം. ഇതിൽ ക്യൂ നിന്ന് നമ്മൾ കയറുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് കേട്ടോ അടിപൊളി. ചെല്ലുന്നൊരു ബീച്ചിലേക്കാണ് ചെന്ന് എൻഡ് ആവുന്നത്. ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലം കൂടിയാണ്. പക്ഷെ എന്തുകൊണ്ടും നല്ലൊരു നമ്മൾ കൊടുക്കുന്ന പൈസയുടെ ഒരു മൂല്യം ഇതിനകത്തുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിമനോഹരമായിട്ടുള്ളത് നമ്മൾ ട്രാമിൽ വരുമ്പോഴുള്ള കാഴ്ചയാണ്. ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. പക്ഷെ എനിക്ക് പലപ്പോഴും ഈ സൈഡിലിരിക്കുന്ന സ്ഥലങ്ങൾ മാത്രമേ കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എങ്കിൽ കൂടി ബിൽഡിങ്ങുകളുടെ ഒരു എന്താ പറയുന്നത് നല്ലൊരു രസകരമായിട്ടുള്ളൊരു കാഴ്ച. നമ്മുടെ സ്റ്റേഷൻ്റെ ഇങ്ങനെ അറ്റം നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കുറച്ചൊന്ന് കറങ്ങിയിട്ട് തിരിച്ച് റിട്ടേൺ തന്നെ നമ്മൾ പോകും. 5 മണിക്ക് മുമ്പ് നമ്മൾ തിരിച്ച് പോകണം. 5 മണി വരെയാണ് ഇവിടുത്തെ ടൈം. അപ്പോൾ ഞങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഈ ട്രെയിനിൽ തന്നെ ട്രാം തന്നെ മറ്റൊരു ട്രാമിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കിടക്കുന്ന ട്രാമിലാണ് നമ്മൾ എത്തിയത്. ഇനിയിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ തിരിച്ച് അങ്ങോട്ട് റിട്ടേൺ ട്രാമുള്ളൂ. അപ്പം ഇതിനകത്ത് ഉള്ളവർ ഇപ്പോൾ കയറി 20 മിനിറ്റ് കൂടുമ്പോൾ ട്രാമുണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ തൊട്ടടുത്തൊരു ബീച്ചിൽ ആ ബീച്ചിലോട്ട് നമ്മൾ പോകാമെന്ന് വിചാരിക്കാം. അങ്ങനെ അതിൻ്റെ ട്രാം ഇറങ്ങി നമ്മൾ നല്ല എന്താ പറയുക, ഈ സ്ഥലത്തിൻ്റെ പേരെന്താ സാറേ? സ്ഥലത്തിന് എന്തിനോ പേര് വായിക്കൊള്ളാത്ത പേരുകളൊക്കെ. വളരെ ദുരന്തം. ഇനി എന്തായാലും ഈ തെരുവിലൂടെ ഇപ്പം ഞങ്ങൾ നടക്കുകയാണ്. കാഴ്ചകൾ കണ്ട് ബിൽഡിങ്ങുകളുടെ ഭംഗികൾ ആസ്വദിച്ച് എൻ്റെ പൊന്നോ അത്രയും വലിയ കയറുന്ന പറഞ്ഞോണ്ടല്ലോ ടാക്സി വിളിച്ചു കൊണ്ട് പോകണം. ബിൽഡിംഗ് കണ്ടാ എന്തായാലേ അതിമനോഹരം. തരാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ളൊരു ബീച്ചിലാണ്. അവിടുന്ന് നടന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്തുന്നത്. ഇവിടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച കാണാം. രണ്ടുപേരും കൈ പിടിച്ചേ വീഡിയോ എടുക്കട്ടെ. പോയനെ പതുക്കെ വാ. ഇതാണ് ഇവിടുത്തെ പരിപാടി. കൈ പിടിച്ച് വണ്ടിയൊത്ത് പറഞ്ഞാൽ അന്നേരം അവൻ ചാടിക്കണം. അങ്ങനെ ഞങ്ങൾ ബീച്ച് സൈഡിൽ വന്നിട്ടുണ്ട്. ബീച്ച് കണ്ടോ, ഗ്രാൻഡ് ഹോട്ടൽ തൊട്ടടുത്ത് ഗ്രാൻഡ് ഹോട്ടലുണ്ട്. പിന്നെ കേട്ടാ ഇത് ബീച്ച് സൈഡാണ്. ബീച്ച് സൈഡിൽ സമ്മറും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അത്യാവശ്യം. പക്ഷേ ഇന്ന് നമ്മുടെ വീക്ക് ഡേയ്സ് കൂടിയാണ്, അടുത്ത തിരക്കുണ്ട്. അപ്പം വീക്കെൻഡിലേക്കൊക്കെ പറയുമ്പോൾ നല്ല തിരക്കായിരിക്കും ഇവിടെ പൊതുവെ. അതെ ഇവിടെ കോഫി ഷോപ്പുണ്ട്, നമുക്ക് കോഫി കഴിക്കാം. കേട്ടോ ഇവിടെ ഒരു കോഫി കുടിച്ചാലോ എന്നുള്ളൊരു പരിപാടിയിലാണ്. കോഫിയാണോ ഐസ്ക്രീം ആണോ സിജി? ബാലു കോഫിയാണോ ഐസ്ക്രീം ആണോ? സോ നമ്മളൊരു ഐസ്ക്രീം കഴിക്കാനുള്ള പരിപാടിയാണ്. ഏതാ ഇത് ഇവിടെ സ്ഥിരം ഉള്ളതാണ്. നമ്മുടെ നാട്ടിലെ കാക്കമ്മനാണ്. ഇവിടെ
പോയാൽ ഈ സാധനം കാണാം. ഇവിടെ മൊത്തം അതാണ് കേട്ടോ. ഐസ്ക്രീം മേടിക്കാനുള്ള പരിപാടിയാണ്. ഐസ്ക്രീം ഇപ്പം സെലക്ട് ചെയ്തത് ഏതാ നമ്മൾ സെലക്ട് ചെയ്തേ? ചോക്ലേറ്റ് എടുത്തോ. ഐസ്ക്രീം കഴിച്ചപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞു അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര സേഫായിട്ടാണ് കഴിക്കുന്നത്. ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് ഇത്രയും റിസ്ക് ഹൈഡ് ചെയ്ത് കഴിക്കുന്ന ആദ്യമായിട്ടാണ് അല്ലേ? ഇത്രയും റിസ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. കാരണം നമ്മുടെ ചുറ്റും ഇത് സംഭവം ഇങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കുക. കിട്ടിയ തക്കത്തിൽ നമ്മുടെ എടുത്തോണ്ട് പോകും സാധനം. ഞാൻ കാണിക്കാം. പാല് ഐസ്ക്രീം കാണാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് കേട്ടാ. നമ്മുടെ ചുറ്റി നടക്കുകയാണ്. ഒരു പ്രത്യേകം നമ്മളോട് പറയും നമ്മൾ സൂക്ഷിച്ചോ ഇല്ലെങ്കിൽ പിന്നെ ഐസ്ക്രീം കിട്ടില്ല എന്നുള്ളത്. ദയനീയമായ തോന്നിയൊരു പക്ഷിയാണ് കാക്ക അല്ലേ? ഒറ്റ ഒരാളേ ഉള്ളൂ, വേറെ ഗ്യാങ്ങില്ല. പോയി ഞങ്ങളുടെ അയ്യോ പോയി വൈറ്റ് പോയി. കൊച്ചിനെ പറ്റിച്ച് കഴിക്കുന്ന നാല് കഷ്ടമാണോ? പാവം പിടിച്ച് ഇറക്കണുണ്ടാവും. ശകലം കൊടുക്കത്തില്ല. രണ്ടാമത്തെ ഐസ്ക്രീമാണ് കണ്ടോ. സിറ്റി ടൂറിന്റെ വണ്ടിയാണ്. ഇതിൽ കയറി കഴിഞ്ഞാൽ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സിറ്റിയിലൊക്കെ കൊണ്ട് നമ്മളെ കാണിക്കും. തിരിച്ച് ഞങ്ങൾ ട്രാമിന്റെ അടുത്തോട്ട് പോവാണ്. ഞങ്ങളെല്ലാം കൊണ്ട് ഞങ്ങളെല്ലാ സാധനം കറക്റ്റ് കടിച്ചത് എല്ലാം കൊണ്ട് മറ്റേത് നോക്കി മേടിച്ച ഐസ്ക്രീം തട്ടിക്കൊണ്ടുപോയി. വളരെ വളരെ തട്ടില്ല. റാഞ്ചൽ ശരിക്കും പേടിച്ചു പോയി. ഇതുവരെ അത്രയും പിന്നെ ബേഡ്സ് അവിടെ ഉണ്ടെങ്കിലും വലിയ കാര്യത്തിന് കഴിച്ചിട്ട് ചെറിയൊരു ഭാഗം എനിക്ക് തരാൻ പോയതാ. ഞാൻ ഹൈഡ് ചെയ്ത് കൊണ്ടുവരുവായിരുന്നേ. കഴിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ഒറ്റ റാഞ്ചല്. പിന്നെ പോയ വഴിക്ക് കണ്ടുകൂടാ. ഒരു 10 കാണും ഒരു കുറഞ്ഞത്. പട്ടയെന്ന് പറഞ്ഞ് റാഞ്ചി ഇത് കറക്റ്റ് കൈ പോയി പിടിച്ചു. കറക്റ്റ് കൈ വന്ന് എടുത്തു പോയി. അപ്പോഴത്തേനൊരു 10 നമ്മുടെ ചുറ്റും വന്നു. കിളി പോയി. എന്തായാലും കൊള്ളാം. അതും ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. കറങ്ങി തിരിഞ്ഞ് നമ്മളായിട്ട് ഇവിടെ വീണ്ടും എത്തിയിരിക്കുകയാണ്. ട്രാമിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ സാധാ റോഡിൽ കൂടെ തന്നെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാം പോയതിന് ശേഷം നമ്മൾ കാറുകളും ഇതുവഴി യാത്ര ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഈ ട്രാം കാണുമ്പോൾ വണ്ടി നിൽക്കാനായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ പിന്നെ നമ്മുടെ ഈ വണ്ടി ഇതാണ് മുൻഗണന. അപ്പോൾ ഇതൊരു തിരക്കുള്ള ഏരിയയിലാണെങ്കിൽ ട്രാം വരുവാണെങ്കിൽ ട്രാമിനാണ് മുൻഗണന. ബാക്കിയുള്ള വണ്ടിയൊക്കെ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ്. നല്ല കയറ്റോ ഭയങ്കര പാടാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു ട്രാം വരുന്നതാണ്ടോ. ഇങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്ന വഴിയിൽ നമ്മൾ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ അടുത്ത ട്രാമിൽ കയറിയിട്ട് വേണം ഇനിയും നമ്മൾ യാത്ര ചെയ്യാൻ. ഇങ്ങനെ ട്രാമിൽ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ തൊട്ടടുത്ത ഹൈറ്റുള്ള പ്ലേസിലേക്ക് വന്നിട്ടു. നല്ലൊരു സ്ഥലമാണ്. അപ്പം അതാണ് ബീച്ചാണ്, കടലാണ്. കടലിൻ്റെ അടുത്തൊരു സംഭവം കാണാം. ഒരു ഗുരുഗുരാണുള്ളത്. അത് നമ്മൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഇതൊരു സെമിത്തേരിയാണ്. അതൊരു ചർച്ചുമാണെന്നാണ്. പക്ഷേ അതാണ് ആ കാണുന്ന ഒരു ലൊക്കേഷൻ. സെമിത്തേരിയാണ്. കുരിശുകൾ കാണാം. അത് പള്ളിയാണെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. വളരെ സുന്ദരമായ പാട്ട് കേൾക്കാം. അങ്ങനെ ഇവിടെ തെറ്റിദ്ധരിഞ്ഞ് നമ്മൾ ഇനിയും റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുറച്ച് നമുക്ക് അസ്തയിൽ കയറി കുറച്ച് സാധനം മേടിക്കുന്നുണ്ട്. വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ വൈകിട്ടത്തെ ഫുഡിനുള്ള സാധനങ്ങൾ, ചിക്കൻ മേടിക്കണം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ അത് മേടിച്ചിട്ട് ഇനിയും വീട്ടിലോട്ട് പോകണ പരിപാടിയാണ്. അപ്പം ഈ അസ്തയിലും വീട്ടിലൊക്കെ ചെന്നിട്ട് നമുക്ക് കാണാം കേട്ടോ.
കണ്ടോ നമ്മൾ തിരിച്ച് വണ്ടി കാറും എടുത്ത് നമ്മൾ തിരിച്ച് പോവാണ്. അപ്പം നമ്മൾ ഇതുവഴിയാണ് പോയത് കേട്ടോ. നമ്മൾ ഇതുവഴി ഇതേ രീതി സെറ്റപ്പാണ് പോയത്. അപ്പം നമ്മളിവിടെ സ്റ്റോപ്പാക്കി കൊടുക്കണം ട്രാം പോകാൻ വേണ്ടി. ഞങ്ങൾ ഇന്നാണ്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം. ഇങ്ങനെ കയറുമ്പോൾ കണ്ടോ, ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലം. കയറി വരുമ്പോൾ തന്നെ നല്ലൊരു കിച്ചൺ, മനോഹരമായ ഒരു കിച്ചൺ കാണാം. എല്ലാം നല്ല ഭംഗിയുണ്ട്. തൊട്ട് ഇവിടെ നിന്ന് നേരെ റൈറ്റിലേക്ക് തിരിയുകയാണെന്നുണ്ടെങ്കിൽ നേരെ ചെല്ലുന്നത് മെയിൻ ബെഡ്റൂമിലേക്കാണ്. അതായത് നല്ല ഭംഗിയുള്ള ഒരു മെയിൻ ബെഡ്റൂമിലാണ് ചെല്ലുന്നത്. അടിപൊളിയല്ലേ? നല്ല സെറ്റപ്പാണ്. നമ്മളൊരു കണ്ടെയ്നർ സെറ്റപ്പ്. ഇവിടെ നമുക്ക് വാൾഡ്രോപ്പ് ഉണ്ട്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ആണോ, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നല്ല കാര്യം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തായിട്ട് നമുക്കൊരു തൊട്ടിപ്പുറത്ത് 2 സിംഗിൾ ബെഡാണ് കിടക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റുന്ന ഒരു സിംഗിൾ ബെഡാണ്. ഇതും എന്തും കൊണ്ടും നല്ലതാണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ തൊട്ടിപ്പുറത്ത് ഇതാണ് നമ്മുടെ ഹോള് കണ്ട, നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹോളാണ്. ഞങ്ങൾ വന്നതെല്ലാം സെറ്റ് ചെയ്യാണ്. ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള കുറേ സാധനങ്ങളും. സിജി വൈഫൈയുടെ പാസ്വേഡും കാര്യങ്ങളോടെ ചോദിക്കണേ. TV ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടുന്ന് കണ്ട് നമ്മുടെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഇത് ഒരു പൂച്ചക്കുട്ടിയെ കാണിക്കാണ്ട്. ഒരു പൂച്ച ഇവിടെ നിന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ച്, നല്ല ചൂട് ചായയൊക്കെ കുടിച്ചിങ്ങനെ നിൽക്കാൻ എന്ത് രസമല്ലേ? ചെറിയൊരു കുളം സെറ്റ് ചെയ്തേക്കുന്നവർ, നല്ല രസമല്ലേ? തൊട്ടപ്പുറത്തൊരു ഹട്ട് കാണാം. കണ്ടോ, ഇവിടെ നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെയാണ് അവിടെ പോയി വൈകിട്ട് പോയിരുന്ന് നമുക്ക് തീയൊക്കെ കത്തിച്ച് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു നമ്മൾ സ്റ്റേ ചെയ്ത പോലത്തെ തന്നെ ഒരു ഫെസിലിറ്റീസ് ഉള്ള ഒരു റൂമാണ് അവിടെ. അതെനിക്ക് തോന്നുന്നത് 2 ബെഡ്റൂമാണെന്നാണ് തോന്നുന്നത്. പക്ഷേ അവിടെ ആളില്ല. എനിക്കൊന്നും ഇവിടെ മാത്രമേ ഉള്ളൂ ഇപ്പം ആളുള്ളത്. ഇവിടെല്ലാം നമുക്ക് നടന്ന് കാണാം, എടുക്കാം എന്നൊക്കെ പുള്ളി പറഞ്ഞു. വേണമെങ്കിൽ നമുക്ക് മലയുടെ മണ്ടയ്ക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ കയറാം. എന്നിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം. ഞങ്ങളിപ്പോൾ ഇനിയും കുറച്ച് പണിയുണ്ട്. വണ്ടിക്കകത്തു നിന്ന് വേണ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ എടുത്ത് റൂമിൽ വെക്കണം, ഡ്രസ്സ് എടുക്കണം. പിന്നെ ഞങ്ങളിപ്പം അസ്റ്റയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു, ചിക്കന്, പാല്. അപ്പം നല്ലൊരു ചായ കുടിക്കണം. അപ്പം അങ്ങനെയുള്ള സെറ്റപ്പിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി വണ്ടിക്കകത്ത് കുറച്ച് സാധനം എടുക്കട്ടെ. ബാലു ഒറ്റയ്ക്കാണ് പോയി സാധനങ്ങളൊക്കെ എടുക്കുന്നത്. എല്ലാം എടുത്തോ? നീ എന്താ എടുക്കാളെ? അപ്പം നമുക്കൊരു സെക്യൂരിറ്റി തന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒരു കുഴപ്പമില്ല, നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെടുത്ത് വരും. ഇവിടെ വന്ന് കിടക്കും. ഭയങ്കര കമ്പനിയാണോ പുള്ളിക്കാരൻ? എൻ്റെ പേരെന്താ വലു? കൈസറോ ഉള്ളത്, വേറെ എന്തൊരു പേരാണ്, എത്തി തുടങ്ങുന്നൊരു പേര്. അപ്പോൾ ലഗേജ് സാധനങ്ങൾ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ള സാധനം മാത്രം എടുത്താൽ മതി. കാരണം നമ്മളിന്ന് ഒരു ദിവസമുള്ളൂ സ്റ്റേ. പിന്നെ നാളെ നമ്മൾ സ്കോട്ട്ലൻഡിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം നമുക്ക് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അടിപൊളി ചായ കിട്ടിയിട്ടുണ്ട്. ചൂട് ചായ, നല്ല അന്തരീക്ഷം. അടിപൊളി. എന്താ അല്ലേ? വീട്ടിലെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ചുറ്റും ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണേ. അപ്പം ഇവിടെ കുറേ ഹട്ടുണ്ട്, ടെൻറ്റ് പോലെ സാധനം. ഇവിടെ നമുക്ക് വൈകിട്ട് ഫയർ പിറ്റ്, നമുക്ക് തീയൊക്കെ കത്തിച്ച്
നമുക്ക് എൻജോയ് ചെയ്യാം. കൂടെ തന്നെ ഗ്രില്ലടിക്കാം, ഇവിടെ നമുക്ക് ഇരിക്കാം. അപ്പോൾ കുറേ ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ടെൻറ്റിൽ കിടക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അതിനുള്ളൊരു ഫെസിലിറ്റീസും ഉണ്ട്. കൂടാതെ തന്നെ തൊട്ടപ്പുറത്തുണ്ടോ, തൊട്ടപ്പുറത്ത് വേറൊന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 2-3 ഫാമിലീസ് വരുമ്പോൾ നമ്മൾ അടുത്തടുത്തടുത്ത് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ സ്റ്റാറ്റിക് കാരവാനാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഇവിടെ ഒരു സ്റ്റാറ്റിക് കാരവാനുണ്ട്. പിന്നെ വേറെ ഇച്ചിരി അങ്ങോട്ട് പോയിട്ട് പറഞ്ഞുകൊണ്ട് പിന്നെ ബാക്കിയെല്ലാം ടെൻറ്റും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. പിന്നെ ഇതൊരു ഫാം ഹൗസ് ആയതുകൊണ്ടും ഇങ്ങനെ വലിയ വലിയ ട്രക്കോ വലിയ ട്രക്ക് എന്നല്ല, അങ്ങനെ JCB പോലത്തെ കുറേ ഇങ്ങനെ വണ്ടികളുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ള ഒരു വ്യൂ. ഒരു ചെറിയൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അവർ, പോണ്ട് പോലത്തെ. പിന്നെ നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാനായിട്ട്, സത്യം പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ ഇച്ചിരി കൂടെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ആ ഹട്ട് പോലത്തെ കാണുന്നത് അതൊരു ബാർബിക്യൂ ചെയ്യാനുള്ള ഒരു പ്ലേസാണ്. ബാർബിക്യൂ ഒക്കെ ചെയ്ത് അവിടെ കസേരയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാം, പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കാം. നല്ലൊരു സ്പേസാണ്, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതാണ് ബാർബിക്യൂനെയും ബാർബിക്യൂടെ അടുത്ത് പോയിട്ട് നമുക്ക് കാണാം അവിടെ എന്തൊക്കെയുണ്ടെന്നേ. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ബാർബിക്യൂ സ്പേസ് എന്ന് ഞാൻ പറഞ്ഞേ. നമുക്കകത്ത് പോയി നോക്കാം. അടിപൊളി, കൊള്ളാം. ഇവിടെ നമുക്ക് ഇരിക്കുകയും ചിൽ ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് ബാർബിക്യൂ ചെയ്യാനും പിന്നെ അതിനുള്ള എന്താ പറയുക യൂറ്റൻസിൽസും പിന്നെ സോസസ് അങ്ങനെയൊക്കെ ഉണ്ട്. നല്ലൊരു സെറ്റപ്പാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്. ഫുഡ് വേസ്റ്റ് കളയാനുള്ള വേറെ ഉണ്ട്, വേറെ വേസ്റ്റ് കളയാനുള്ള ബിൻസ് ഉണ്ട്. പിന്നെ സ്റ്റോറേജ് സ്പേസസ് ഇവിടെ താഴെയായിട്ടുണ്ട്. നല്ലൊരു കോസി സ്പേസാണ്, നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ നല്ലതാണ്. ഇതാണ് ഞങ്ങൾ താമസിച്ച സ്ഥലത്തിൻ്റെ ഡ്രോൺ ഷോട്ട്. അപ്പോൾ ഈ ഡ്രോൺ ഷോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ തൊട്ട് ഫ്രണ്ടിലുള്ള ആ ബാർബിക്യൂൻ്റെ ഫ്രണ്ടിൽ ഡ്രോൺ പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നോ നമ്മുടെ കഥാനായകൻ, ആ പുള്ളിക്കാരൻ ഡോഗ്, നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട്, നമ്മളെ അല്ല ഈ ഡ്രോൺ അറ്റാക്ക് ചെയ്യാനായിട്ട് എവിടുന്നോ ചാടി ഓടിയെത്തി. പിന്നെ നടന്ന പൂരം ഇതായിരുന്നു. നമുക്ക് താഴോട്ട് ഇറക്കാനും പറ്റത്തില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞാനും ബാലും ചേർന്നിട്ട് താഴെ ഇറക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ ഡ്രോൺ നഷ്ടപ്പെട്ടെന്ന്. വൈകിട്ടേക്ക് നമ്മൾ ചിക്കൻ വറക്കാനുള്ള പരിപാടിയാണ്. ഗ്രില്ലടിക്കാനായിട്ട് ഇരുന്നത്, പക്ഷെ അത് കുറച്ച് പ്രോസസ്സിങ് കൂടുതലായതുകൊണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം നാളെ ഞങ്ങൾ പോകുന്നത് കൊണ്ട് ചിക്കൻ വറക്കാം, അതായത് എണ്ണയിൽ വറക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചിക്കൻ ചേച്ചി മതി ചിക്കൻ ചേച്ചി. അപ്പോൾ ചിക്കൻ വറക്കാൻ പോവുകയാണ്. ചിക്കന് നാളത്തേക്ക് കുറച്ച് ബിരിയാണി സെറ്റ് ചെയ്യണം കേട്ടോ. ചിക്കൻ മസാല, ചിക്കൻ വറക്കാൻ വേണ്ടി മസാല സെറ്റാക്കിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ നാളത്തെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയുള്ള ചിക്കൻ റെഡി ആവുന്നുണ്ട്. ഒനിയൻ അരിഞ്ഞിട്ടുണ്ട്, എണ്ണ ചൂടാക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഉണ്ടല്ലോ പണി വളരെ സ്പീഡിൽ കഴിയും, പെട്ടെന്ന് നമ്മുടെ പരിപാടി തീരും, നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് അടുക്കള കയറി ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നീ കഴിക്കുമ്പോൾ നമുക്ക് കാണാം. അങ്ങനെ ഇവിടെ ചെറുതായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി തുടങ്ങി. ഇവിടെ തകർത്ത് പണിയുമാണ്. ഇവിടെ തകർത്ത് പണിയുമാണ്. അഞ്ചിത എന്തും ഉണ്ടാക്കണേ ഇപ്പൊ? ഞാൻ എന്റെ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ടല്ലേ. ഇപ്പൊ നീ ബോയ്സിനുള്ള പണിയാണ്. And they are making fried chicken curry, and here is fresh basmati rice ഉണ്ടാക്കൽ. അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ബാലു വൈനായിട്ടൊക്കെ വരുന്നുണ്ട്. ചിക്കനൊക്കെ സെറ്റായി. വാ, നമുക്കെല്ലാം വെളിയിരിക്കാം. വാ നിച്ചു, വാ. കുറച്ച് നേരം നമ്മൾ പുറത്തിരുന്ന് തണുത്തിട്ട് അത് കയറാന്ന് വെച്ചു. നല്ല തണുപ്പുണ്ട് ഇപ്പം.
അപ്പോൾ അങ്ങനെ ഇവിടെ സന്ധ്യയായി. ഞങ്ങളെല്ലാവരും ചെറിയ വൈനൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഗൈസ്, ഫ്രണ്ട്സ്, ഹലോ എവറിബഡി, ലുക്ക് ഹിയർ. വീഡിയോയുമായി കാണാം. യാത്രകൾ തുടരട്ടെ, വിശേഷങ്ങൾ അറിയട്ടെ, രുചികൾ കഴിയട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.